ഇത് നമുക്കിടയിൽ ജീവിച്ച ഒരു മനുഷ്യന്റെ കഥയാണ്. അയാളുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളുടെ സിനിമാറ്റിക് അഡാപ്റ്റേഷൻ. അയാളുടെ പേര് ജെഫ്രി അലൻ മാഞ്ചസ്റ്റർ, മുൻ US ആർമി റിസർവ് ഓഫീസർ. വിചിത്രമാണ് ഈ മനുഷ്യന്റെ ജീവിതകഥ. സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞെത്തിയ ജെഫ്രി അത്ര നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ആയിരുന്നില്ല. സ്വന്തം മകൾക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാൻ പോലും അയാൾക്ക് പാങ്ങുണ്ടായിരുന്നില്ല. ഈ സമയത്താണ് അയാൾ തന്റെ സൂപ്പർ പവർ ഉപയോഗിക്കുന്നത്. എന്തായിരുന്നു ആ സൂപ്പർ പവർ എന്നല്ലേ? ഒബ്സർവേഷൻ. എന്തിനേയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിലയിരുത്താനുമുള്ള കഴിവ്. ആ പവർ അയാൾ പ്രയോജനപ്പെടുത്തി. അല്പം വളഞ്ഞ വഴി. 1990കളുടെ അവസാനത്തിൽ ഏകദേശം 45 മക്ഡൊണാൾഡ്സ് റെസ്റ്റോറൻറ്റുകളാണ് അയാൾ കൊള്ളയടിച്ചത്. ജെഫ്രിയുടെ മോഡസ് ഓപ്പറാൻഡി സിമ്പിളാണ്. പാതിരാത്രിയിലോ വെളുപ്പാങ്കാലത്തോ റെസ്റ്റോറൻറ്റുകളുടെ മേൽക്കൂര ഡ്രില്ല് ചെയ്ത് അകത്ത് കിടക്കും. എന്നിട്ട് കാത്തിരിക്കും. രാവിലെ റെസ്റ്റോറൻറ്റിലേക്ക് എത്തുന്ന ജീവനക്കാരെ തോക്ക് കാട്ടി പേടിപ്പിക്കും. ഫ്രീസർ റൂമിലേക്ക് കയറ്റും, കൂട്ടിയിടും എന്ന് കരുതി കണ്ണിൽ ചോരയില്ലാത്തവനാണെന്ന് വിചാരിക്കരുത്. കോട്ടില്ലാത്തവർക്ക് ചിലപ്പോൾ സ്വന്തം കോട്ട് ഊരിക്കൊടുത്തെന്നും ഇരിക്കും. ഈ വെറൈറ്റി കള്ളൻ കുറച്ചു കാലം സുഖമായി വിലസി. മോഷണ സമയത്ത് മുഖംമൂടി ധരിച്ചിരുന്നതിനാലും മറ്റ് തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതിരുന്നതിനാലും ഈ റോബറികൾക്ക് പിന്നിലെ ആളെ ആർക്കും പിടികിട്ടിയില്ല. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്നാണല്ലോ. ജെഫ്രിയും പിടിക്കപ്പെട്ടു. കോടതി അയാൾക്ക് കനത്ത ശിക്ഷ തന്നെ വിധിച്ചു, 45 വർഷം തടവ്. പക്ഷെ ജെഫ്രിയെ ഏറെക്കാലം പൂട്ടിയിടാൻ US ജയിലിന് പറ്റിയില്ല. തന്റെ സൂപ്പർ പവർ അയാൾ പുറത്തെടുത്തു. അതിസാഹസികമായി രക്ഷപ്പെട്ടു. ഇനി എവിടേക്ക് പോകും? എവിടെ പോയാലും പോലീസ് പോകും. പക്ഷേ ജെഫ്രി പറ്റിയ ഒരു സ്ഥലം കണ്ടുപിടിച്ചു. ജയിൽ ചാടിയ ഒരു കള്ളനെ തിരഞ്ഞ് ആരും പോകാത്ത ഒരിടം. അവിടെ അയാളെ ഒരു പ്രണയം കാത്തിരിപ്പുണ്ടായിരുന്നു, ഒരു കുരുക്കും. ദൗർഭാഗ്യവശാൽ ഇത് രണ്ടും ഒന്നായിപ്പോയി. ഡെറക് സിയാൻ ഫ്രാൻസ് സംവിധാനം ചെയ്ത റൂഫ്മാൻ ഒരു അസാധാരണ ചിത്രമോ ക്ലാസിക്കോ ഒന്നുമല്ല. പക്ഷേ അതിനുള്ളിൽ ഒരു അസാധാരണ മനുഷ്യന്റെ ജീവിതമുണ്ട്. അറിഞ്ഞിരിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. റൂഫ്മാൻ നിങ്ങളെ രസിപ്പിക്കും. രസച്ചരട് പൊട്ടാതെ തന്നെ ഒന്ന് ചിന്തിപ്പിക്കും.